ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ജാതിക്കിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് പകർന്നു തരാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ജാതിക്ക. ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ലെഗ് പെയിൻ, മസിൽ പെയിൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ കുരു തേനിൽ ചാലിച്ച് അരച്ച് മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ്. മുഖക്കുരുക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്. മുഖക്കുരുക്ക് ഇത് മുഖത്ത് പുരട്ടുന്നത് വളരെയധികം നല്ലതാണ്. 3 ദിവസത്തിനകം പോകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആയുർവേദ ബുക്കുകളിൽ നിന്നും ഡോക്ടേഴ്സിന്റെ അറിവുകളിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവാണിത്. കൂടുതൽ അറിവ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എൻ്റെ വീട്ടിലെ ജാതിമരമാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് നട്ട്മെഗ് ട്രീ എന്നാണ്. ഇന്തോനേഷ്യയിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഇതൊരു സുഗന്ധദ്രവ്യവും അതോടൊപ്പം ഔഷധവുമാണ്. ജാതി മരത്തിൽ നിന്ന് ആവശ്യത്തിന് ജാതിക്ക ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിനുള്ളിൽ ഉള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കുത്തിയെടുക്കുന്നതാണ് ജാതിക്ക. പിന്നെ ഒരു റെഡ് കവർ അതിൽ കവർ ചെയ്തിരിക്കുന്നതുണ്ട്. അതിന് പറയുന്ന പേരാണ് ജാതിപത്രി. ഈ കാണുന്ന ജാതിക്കയുടെ തൊണ്ട് അച്ചാറിടാനും വൈൻ കെട്ടാനും ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. ദഹനത്തിന് നല്ലതായതുകൊണ്ട് ചിക്കൻ കറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ജാതിപത്രി ബിരിയാണിയിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ജാതിക്കായ്ക്ക് 580 രൂപയും ജാതിപത്രിക്ക് 1200 രൂപയും മാർക്കറ്റിൽ വിലയുണ്ട്. ഇപ്പോൾ ഞാൻ ജാതിക്കയും ജാതിപത്രിയും സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ജാതിപത്രി 3 ദിവസം വെയിലത്തിട്ട് ഉണക്കുകയും ജാതിക്കായ 7 ദിവസം വെയിലത്തിട്ട് ഉണക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറയുകയും കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.